സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. കോട്ടയത്ത് ഉൾപ്പെടെ മണ്ണിടിച്ചിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഭീഷണികളും ഉണ്ടല്ലേ? തീർച്ചയായും ഒരു 4 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. പരക്കെ മഴയുണ്ടാവില്ല, പക്ഷേ അപകട സാധ്യത കൂടുതൽ ഈ ചെറിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മഴയാണ്. അത്തരം മഴ ഇന്ന് മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. എന്തായാലും നാളെയും മഴ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെയും ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും ഇടുക്കി ജില്ലയിൽ അതീവ ജാഗ്രത വേണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നിന്നെല്ലാം ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി. കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും സമീപത്ത് ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് നിലവിൽ കഴിഞ്ഞ ദിവസം വരെ ഓറഞ്ച് അലർട്ടുകളെല്ലാം പിൻവലിച്ചത്. വളരെ പെട്ടെന്ന് വീണ്ടും മഴയുടെ സാഹചര്യം മാറാൻ കാരണമായിരിക്കുന്നത്. വിനീത. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എല്ലാം പുറത്തിറങ്ങുമ്പോൾ കുടയെടുക്കാൻ മറക്കേണ്ട. അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്ന് തന്നെയാണ് ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്.